യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് അവൻ അനുഭവിച്ച അല്പം വ്യഥകളും ചെറിയ ബുദ്ധിമുട്ടും ഭക്ഷണമില്ലായ്മയും ദാഹവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അവന്റെ അടുക്കൽ നിൽക്കുകയാണ്. അവൻ അനുഭവിച്ചതിൻ്റെ ഒരല്പം പോലും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധ്യമല്ല. എന്നാൽ അതിനോട് താതാത്മ്യപ്പെടുവാനായിട്ട് നമ്മുടെ ഒരു അർപ്പണം അതിലുണ്ടാവുകയാണ്. ഇവിടെ യേശുവിനെ കാണുക, യേശുവിനെ അറിയുക എന്നുള്ളത് മാത്രമാണ് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ചിന്ത. നമ്മുടെ ഈ പൗരസ്ത്യ ആധ്യാത്മികതയിൽ അത് പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ എനിക്ക് ഒരു ചെറുപ്പക്കാരൻ, അവൻ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഇങ്ങനെയാണ്: എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് ക്രിസ്തുവിനോട് പറയുന്നതല്ല ആത്മീയത, എനിക്കൊരു ക്രിസ്തു ഉണ്ടെന്ന് പ്രശ്നങ്ങളോട് പറയുന്നതാണ് പൗരസ്ത്യ ആധ്യാത്മികത. ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കണം: എനിക്കൊരു ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് ക്രിസ്തുവിനോട് പറയുന്നതല്ല, എനിക്കൊരു ക്രിസ്തു ഉണ്ടെന്ന് പ്രശ്നങ്ങളോട് പറയുന്നതാണ് ആത്മീയത. Normally we are saying our prayers that we have so many problems, our Lord Christ. But that is not the perspective of the Eastern spirituality. We should tell the world, tell the problems that I have Christ with me. എൻ്റെ കൂടെ ക്രിസ്തു ഉണ്ടെന്ന് പറയുക എന്നുള്ളതാണ് ആത്മീയത. അതുകൊണ്ടാണ് മറ്റെല്ലാ ആവശ്യങ്ങളും നമ്മൾ മാറ്റിവെച്ചിട്ട്, ആവശ്യങ്ങളുടെ ലിസ്റ്റൊക്കെ മാറ്റിവെച്ചിട്ട് അവന്റെ സന്നിധിയിൽ അവനെ മാത്രം കണ്ട് ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ, താഴ്ചകളേറ്റം ധന്യം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിൽ കുമ്പിട്ട് അവനെ കാണും. ആധ്യാത്മികതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു സീ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിനെ കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് കാണുന്നത് എപ്പോഴും ചോദിച്ചാൽ, നമ്മൾ നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ ചെന്നിട്ടല്ല, വഴിയിൽ വെച്ചാണെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. കാരണം നമ്മൾ ഒരടി അങ്ങോട്ട് വെക്കുമ്പോൾ അവൻ 2-3 അടികൾ നമ്മുടെ അടുക്കിലേക്ക് വെക്കുകയാണ്. നമ്മളിപ്പോൾ കേട്ടത് 2 പേരുടെ സംവാദമാണ്. തന്റെ അടുക്കൽ ക്രൂശിക്കപ്പെട്ട 2 മനുഷ്യർ, അവർ 2 മനുഷ്യരുടെ സംവാദമാണ്. ആ സംവാദത്തിൽ ഒരാൾ വളരെ ലോജിക്കലാണ്. ഇങ്ങനെ നമ്മുടെ കൂടെ നമ്മളെ പോലെ കുരിശിൽ മരിച്ച ഒരു മനുഷ്യൻ മശിഹായാണെന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് ഒരാൾ ചോദിക്കുന്നത്. അവൻ പറയുന്നു, നീ മശിഹായാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ നിന്നെ തന്നെ രക്ഷിക്കാം, ഞങ്ങളെ രക്ഷിക്കാം. ഹി ഈസ് കൺസൾട്ടിങ് അബൌട്ട് ദ വേൾഡ്ലി അഫയേഴ്സ്. ഒരിക്കൽ കൂടെ ഇവിടെ ജീവിക്കണമെന്നാണ് അവന്റെ താല്പര്യം. അവന്റെ ചിന്ത മുഴുവനും ഈ ലോകം മാത്രമാണ്. എറ്റേണിറ്റിയെ സംബന്ധിച്ച് ഒരു ചിന്തയും അവന്റെ ബോധതലത്തിലില്ല. അവന് ഇവിടെ ഇനിയും ജീവിക്കണം. നേരത്തെ നടത്തിയ റോബറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ഇവിടെ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അവന്റെ സ്വപ്നം. His thinking, his thoughts and his concerns are limited with the human or worldly reality. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റേ മനുഷ്യൻ, അവൻ ഇടത്താണോ വലത്താണോ എന്ന് വേദോസ്തവത്തിൽ എഴുതിയിട്ടില്ല. അടുത്ത പിതാക്കന്മാര് അത് ലെഫ്റ്റ് എന്നുള്ളത് അതിനേക്കാൾ പ്രധാനം റൈറ്റായി കാണുന്നതുകൊണ്ട്, റൈറ്റ് എന്നുള്ളത് വലത്തേതെന്ന് പറയുന്നത് രക്ഷയുടെ ഒരു അടയാളമായി കാണുന്നത് കൊണ്ട് വലത്തെ വശത്തെ കള്ളൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യൻ പറയുന്നത് ഒന്നും മാത്രമാണ്: അന്ന് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞുള്ളൂ. അവൻ പറഞ്ഞതും ഉത്തരവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അവൻ ചോദിച്ചത് ഒന്നേ ഉള്ളൂ: അന്ന് നീ ആ മഹത്വത്തിൽ വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ കർത്താവിന്റെ ഉത്തരം എന്തായിരുന്നു? ടുഡേ, ഇന്ന് നീ എന്നോട് ഇവിടെ പരദേശിയിരിക്കുന്ന. അന്നത്തേക്ക് ഒരു കാര്യം ചോദിച്ചപ്പോൾ ഇന്ന് അവന് കൊടുക്കുകയാണ്. He is foretasting the heavenly blessings at the moment itself. അതാണ് ആരാധനയുടെ ദൈവവിശ്വാസത്തിന്റെ കണ്ണോടുകൂടി ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ നോക്കിയപ്പോൾ സംഭവിച്ചു. ഒരു മനുഷ്യൻ ലോജിക്കലായിട്ട് ഇതിലൊന്നും ഒരു യാതൊരു കാര്യവുമില്ല, എന്തിനാണ് ഇത്രയും കുമ്പിടുക, എന്തിനാണ് ഇത്രയും നമ്മൾ ഈ അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിക്കുക, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അപ്പുറത്തുണ്ട്. അതേ സമയത്ത് ഒരു മനുഷ്യൻ പറയുക, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, പൊരുളൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ ഞങ്ങൾക്കറിയാം നീ നീതിമാനാണെന്ന്, നീ
മശിഹായാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മശിഹ ആണെങ്കിൽ നീ രാജ്യത്വം പ്രാപിക്കുക, എന്നെ നോക്കണമേ എന്ന് അവന്റെ ഫെയ്ത്തിൽ ഒന്ന് പറഞ്ഞതാണ്. അവന്റെ ലോജിക്കൊന്നോട് പ്രയോഗിച്ചില്ല. അവന്റെ ഉള്ള ലോജിക്കെല്ലാം പ്രയോഗിച്ചത് അടുത്തവനോടുള്ള സംഭാഷണത്തിലാണ്. അപ്പോൾ അവൻ പറയുന്ന ഓരോ കാര്യത്തിനും ഖണ്ഡിച്ചുകൊണ്ട് അവനോട് സംസാരിക്കും. കർത്താവിന്റെ അടുക്കൽ ഒരു ലോജിക്കും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അവൻ ഫെയ്ത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് we can use our logic in order to deal with certain affairs that is related to the worldly things. But before the Lord, we should submit ourselves. Pray only. പ്രാർത്ഥന മാത്രമേ പറ്റൂ. അവനെ നമുക്ക് അറിയില്ല, കാരണം പൂർണ്ണമായി അറിയാൻ പറ്റില്ല. നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് only pray and kneel on the knees and prostrate before. അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കുമ്പിടാൻ പറ്റും, മുട്ടുകുത്താൻ പറ്റും, സ്തുതിക്കാൻ പറ്റും, താഴ്മ വാഴ്ത്തപ്പെട്ടതാണെന്ന് പറയാൻ പറ്റും. അത്രേ പറയാൻ പറ്റുള്ളൂ. അത് പറയുക. അപ്പോൾ അവൻ പറയും, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മനസ്സുകൊണ്ട് പൂർണ്ണമായി അർപ്പിക്കുക. നമ്മുടെ ലോജിക്കല്ല. ഈ യാത്രയിൽ നമുക്ക് നമ്മുടെ പുതിയ അനുഭവ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എന്തുകൊണ്ടാണ് ഇത്രയും ദൈർഘ്യമുള്ള ശുശ്രൂഷകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? Some of our fellow Christians are asking, are you crucify the Lord every year? നിങ്ങൾ കർത്താവിനെ വീണ്ടും കുരിശിക്കുകയാണോ? No, we are participating in that divine mystery of the crucifixion and the resurrection. കർത്താവിന്റെ ക്രൂസിഫിക്ഷനെ ഓർക്കുകയല്ല, we are participating, we are celebrating. പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യത്തിൽ എല്ലാം പ്രഖ്യാപിക്കുക, only proclamations are there. But in our tradition, we are celebrating in the participatory actions. നമ്മൾ പാർട്ടിസിപ്പേറ്ററി ആക്ഷനിലൂടെ ഓരോന്നിനും പങ്കുകാരാകുക. കർത്താവ് നടന്ന വഴിയിലൂടെ അന്ന് രാവിലെ പോയത്. രാവിലത്തെ യാത്ര എന്ന് പറയുന്നത് രാവിലത്തെ ഒരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു ഉള്ളിൽ കൂടി. ആ പ്രദക്ഷിണം സിംബലൈസ് ചെയ്യുന്നത്, അത് സാധാരണ നമ്മൾ പ്രദക്ഷിണം നടത്തുന്നത് വടക്ക് ഭാഗത്തെ വാതിൽ വഴി ഇറങ്ങി ഇപ്പുറത്തോട് തിരിഞ്ഞു വരുന്നതാണ്. പക്ഷെ ഇന്ന് തിരിച്ചായിരുന്നു. ഇങ്ങനെ അൺയൂഷ്വലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നടന്നത്. കാരണം ഇതുവരെ അങ്ങനെ ഒരു ചരിത്രം ലോകത്തിലില്ല. ഗവർണർ പറയുകയാണ്, ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ലെന്ന് പറയുക. രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു, ഇവനിൽ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടതായ യാതൊരു തെറ്റും എനിക്ക് കാണുന്നില്ല എന്ന് പറയുക. ഞാൻ വേണേ അവനെ അടിച്ചു വിട്ടോളാം, ഒരു 2-3 അടി കൊടുത്ത് വിട്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അവന്റെ വൈഫ് ഒരു സ്വപ്നം കണ്ടിട്ട് പീലാത്തോസിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ നീതിമാനാണ്, അവന്റെ കാര്യത്തിൽ നീ അങ്ങനെ ഇടപെടരുതെന്നും വൈഫ് ഉൾപ്പെടെ ആ ജഡ്ജിനോട് പറയുകയാണ്. അപ്പൊ ജഡ്ജിന് പൂർണ്ണമായ ബോധ്യമാണ് ഇവൻ തെറ്റുകാരനല്ല. പക്ഷേ അങ്ങനെ ലോകത്തിൽ തെറ്റുകാരനല്ല എന്ന് പൂർണ്ണമായിട്ട് കണ്ടിട്ട് ഒരു ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകചരിത്രത്തിലെ ഈ ശിക്ഷാവിധിയാണ്. അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യം, സാധാരണ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് കൊണ്ട് യൂഷ്വലായിട്ട് പോകുന്നതിന് പകരം അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പ്രൊസഷനായിരുന്നു നമ്മൾ ആ കുരിശെടുത്തുകൊണ്ട്. കാരണം അവൻ നീതിമാനാണെന്നും അവൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും അവന്റെ ജീവിതകാലത്ത് ആർക്കും സ്നേഹമല്ലാതെ മറ്റൊന്നും കൊടുത്തിട്ടില്ല എന്നും ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും അവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നതായ ഒരു ശിക്ഷാവിധിയുടെ പാതയാണ് ആ പാത എന്ന് പറയുന്നത്. ദെൻ ഇനി അടുത്ത ഒരു പ്രദക്ഷിണം വരികയാണ്. അടുത്ത പ്രദക്ഷിണത്തിൽ 2 പ്രാവശ്യം ആ അതേ പാതയിൽ കൂടി തന്നെ പോകും. എന്നിട്ട് 3ാമത് തിരിഞ്ഞ് ആ പാതയിലൂടെ തിരിച്ച് അവിടെ കയറും. ഒന്ന് ആദ്യത്തെ ഇനി വരാൻ പോകുന്ന പ്രദക്ഷിണത്തിന്റെ ആദ്യത്തെ പാത എന്ന് പറയുന്നത് that's a way our Lord, our God given to the humanity. That was the way of Adam. ആദാമിന്റെ വഴിയാണ് ആദ്യത്തെ വഴി. അവനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി നന്മയിൽ ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പോയി. പക്ഷേ അവന് വീണ്ടെടുപ്പുണ്ടായില്ല. അവന്റെ വഴി തെറ്റായ വഴിയായിരുന്നു. 2ാമത് മറ്റൊരു വഴിയിലൂടെ ആ ജനതയെ നയിക്കുവാനായിട്ട്, മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് 2ാമത്തെ ഒരു വഴി ദൈവം തേടി. അത് മോശയുടെ ന്യായപ്രമാണം മൂലമുള്ള വഴിയായിരുന്നു. The second way was the way through the law that was given through the life of the Israelites through the wilderness. അവരുടെ മരുഭൂയാത്രയിൽ അവർക്കൊരു ന്യായപ്രമാണത്തിന്റെ വഴി കൊടുത്തിട്ട് ആ വഴിയിലൂടെ രക്ഷിക്കപ്പെടുമെന്ന് വിചാരിച്ച് ദീർഘദർശിമാരെയും പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ഒക്കെ ദൈവം അയച്ചു നോക്കി. ആ വഴിയും അതുപോലെ തന്നെയാണ്.
പക്ഷെ അതിലും മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് മൂന്നാമത്തെ വഴി പുരുഷന്റെ വഴിയായിരുന്നു. ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്നിട്ട് അവനെ അവിടെ നിന്ന് വീണ്ടെടുത്ത് ത്രോണോസിനകത്തേക്ക്, പർദീസയിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന തേർഡ് ജേർണി ദാറ്റ് വി ആർ സെലിബ്രേറ്റിംഗ്. ഇത് കേവലം ഒറ്റ നോട്ടത്തിൽ ഇതെന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷേ the inner meaning lies in each and every aspects of the worship we are conducting here. We should see with the eyes of faith and the eyes of discernment. തിരിച്ചറിയുവാനായിട്ടും വിശ്വാസത്തോടെയും കാണുമ്പോൾ മാത്രമേ ഇതിന്റെ പൊരുള് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കൂ. നമ്മൾ കുരിശിനെയാണ് വന്ദിക്കുന്നത്. സ്ലീബ എന്നാൽ പഴയ നിയമത്തിലും കർത്താവിന്റെ കാലത്തുമൊക്കെ ഇറ്റ്സ് എ സിംബൽ ഓഫ് കഴ്സ്, ശാപത്തിന്റെ അടയാളമായി കുരിശ്. പഴയ നിയമത്തിൽ ബ്ലെസ്സിംഗ് ആയിട്ട് ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ റോമൻ കൾച്ചറില് കുരിശ് എന്ന് പറയുന്നത് എപ്പോഴും പണിഷ്മെന്റിന് ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ്. That was a weapon which was used for punishment. But when our Lord Jesus Christ received that weapon, it became the salvation symbol. സാൽവേഷന്റെ സിംബലായി മാറുകയാണ്. കർത്താവ് അത് ഏറ്റുകഴിഞ്ഞപ്പോൾ it was not the weapon of punishment but as the symbol of salvation. രക്ഷകനായ മെസ്സിയ ദൈവം മനുഷ്യാവതാരം ചെയ്തപ്പോൾ അവൻ അതിൽ കിടന്നു കഴിഞ്ഞപ്പോൾ, അവന്റെ കരങ്ങൾ അതിൽ വിരിച്ചു കഴിഞ്ഞപ്പോൾ അത് സിംബൽ ഓഫ് സാൽവേഷൻ ആകുക, രക്ഷയുടെ അടയാളമായി മാറുകയും. അപ്പം കുരിശിനെ വന്ദിക്കുകയല്ല, കുരിശിലെ രക്ഷയെ നമ്മൾ കാണുന്നു. കുരിശിൽ നമ്മൾ കാണുന്നത് കർത്താവിനെയാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന കുരിശാണ് നമ്മുടെ പാരമ്പര്യത്തിൽ, ഓർത്തഡോക്സ് ട്രഡീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കാരണം ബിക്കോസ് വി ആർ ബിലീവിംഗ് ഇൻ ദ റിസറക്റ്റഡ് ലോർഡ്. ഉദ്ധിതനായ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നതുകൊണ്ട് കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെയല്ല, കുരിശ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് കർത്താവിന്റെ അടയാളമാണെങ്കിൽ തന്നെയും ദ എംപ്റ്റി ക്രോസ്, അത് ആ ക്രോസ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ദ റിസറക്റ്റഡ് ലോർഡ് വി ആർ സീയിങ് ഓൺ എവരി ടൈം ഓഫ് ദ വർഷിപ്പ്. അപ്പം ക്രൂശിനെ മഹത്വത്തോടെ തന്നെയാണ് സ്ലീഹന്മാർ കണ്ടിരുന്നത്. പൗൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ഫോർ ദ ഗ്രീക്സ് ദേ ആർ സീക്കിംഗ് ദ നോളജ്, അവർ ജ്ഞാനം അന്വേഷിക്കുന്നു. ബട്ട് വി ആർ സീക്കിംഗ് only the cross of our Lord Jesus Christ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വാഴ്ത്തി കൊടുത്ത് അവനോടൊപ്പം റിസറക്റ്റഡ് ലോർഡിനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അവൻ ശക്തൻ, പിന്നെ പിന്മാറ്റമില്ല. അതുകൊണ്ട് എപ്പോഴാണ് നമ്മൾ ശക്തരാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോഴല്ല. നമ്മുടെ ഡിസിഷൻസിനൊക്കെ ശക്തിയൊക്കെ ഉണ്ട്, പക്ഷേ ഡിസിഷൻ ചിലപ്പോൾ പരാജയപ്പെടാം. നമ്മൾ എപ്പോഴാണ് ശക്തരാകുന്നതെന്ന് ചോദിച്ചാൽ whenever we meet the resurrected Lord in our life, then only we will be powerful. ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മോടുകൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ബലഹീനതയെ അതിജീവിച്ച് ശക്തരായി തീർന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈ കുമ്പിടിയിൽ റിസറക്റ്റഡ് ലോർഡിലേക്കുള്ള വഴി നടത്തണം. ഉദ്ധിതനായ ക്രിസ്തു നമ്മോടുകൂടി ഉയർത്താനായിട്ടുള്ള കുമ്പിടിയിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ഉള്ളിലെ തിന്മകളെ അവന്റെ സന്നിധിയിൽ ഇട്ടിട്ട് അവന്റെ സന്നിധിയിൽ നിന്നും ഉദ്ധിതനായ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുന്ന ആ ഒരു സ്വീകരണ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. അവൻ നമ്മുടെ കൂടെ പെടണം. അതുകൊണ്ട് നമ്മളും പറയണം, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് ക്രിസ്തുവിനോട് പറയുന്നതല്ല, എനിക്കൊരു ക്രിസ്തു ഉണ്ടെന്ന് പ്രശ്നങ്ങളോട് പറയുന്നതാണ് എൻ്റെ ആത്മീയത. പുറത്തിറങ്ങുമ്പോൾ പറയണം, I have Christ with me. So tell to the problems around us. പുറത്തുള്ള പ്രശ്നങ്ങളോട് പറയുക, പുറത്തുള്ള സഫറിങ്ങിനോട് പറയുക, I have Christ with me. അവനും സഫർ ചെയ്തതാണ്, അവൻ പക്ഷേ റിസർച്ച് ചെയ്തു. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോട് പറയണം, I have Christ with me. That is a Christian spirituality of that which our orthodoxy pronounces. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഈ ശ്രീഭാവന്ദനത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ ഒരുക്കുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. വാഴ്ത്തി കൊടുത്ത് അവനോടൊപ്പം റിസറക്റ്റഡ് ലോർഡിനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അവൻ ശക്തൻ, പിന്നെ പിന്മാറ്റമില്ല. അതുകൊണ്ട് എപ്പോഴാണ് നമ്മൾ ശക്തരാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോഴല്ല. നമ്മുടെ ഡിസിഷൻസിനൊക്കെ ശക്തിയൊക്കെ ഉണ്ട്, പക്ഷേ ഡിസിഷൻ ചിലപ്പോൾ പരാജയപ്പെടാം. നമ്മൾ എപ്പോഴാണ് ശക്തരാകുന്നതെന്ന് ചോദിച്ചാൽ whenever we meet the resurrected Lord in our life, then only we will be powerful. ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മോടുകൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ബലഹീനതയെ അതിജീവിച്ച് ശക്തരായി തീർന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈ കുമ്പിടിയിൽ
റിസറക്റ്റഡ് ലോഡിലേക്കുള്ള വഴി നടത്തണം. ഉദ്ധിതനായ ക്രിസ്തു നമ്മോടുകൂടി ഉയർത്താനായിട്ടുള്ള കുമ്പിടിയിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ഉള്ളിലെ തിന്മകളെ അവന്റെ സന്നിധിയിൽ ഇട്ടിട്ട് അവന്റെ സന്നിധിയിൽ നിന്നും ഉദ്ധിതനായ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുന്ന ആ ഒരു സ്വീകരണ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. അവൻ നമ്മുടെ കൂടെ പെടണം. അതുകൊണ്ട് നമ്മളും പറയണം, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് ക്രിസ്തുവിനോട് പറയുന്നതല്ല, എനിക്കൊരു ക്രിസ്തു ഉണ്ടെന്ന് പ്രശ്നങ്ങളോട് പറയുന്നതാണ് എൻ്റെ ആത്മീയത. പുറത്തിറങ്ങുമ്പോൾ പറയണം, ഐ ഹാവ് ക്രൈസ്റ്റ് വിത്ത് മീ, ഐ ഹാവ് ക്രൈസ്റ്റ് വിത്ത് മീ. സോ tell to the problems around us. പുറത്തുള്ള പ്രശ്നങ്ങളോട് പറയുക, പുറത്തുള്ള സഫറിങ്ങിനോട് പറയുക, ഐ ഹാവ് ക്രൈസ്റ്റ് വിത്ത് മീ. അവനും സഫർ ചെയ്തതാണ്, അവൻ പക്ഷേ റിസർച്ച് ചെയ്തു. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോട് പറയണം, ഐ ഹാവ് ക്രൈസ്റ്റ് വിത്ത് മീ. ദാറ്റ് ഈസ് a Christian spirituality of that which our orthodoxy pronounces. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഈ ശ്രീഭാവന്ദനത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ എടുക്കുവാനായിട്ട് ദൈവം